കരുനാഗപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവശ്യനിലയിൽ കണ്ട വയോധികനെ സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തു. ചവറ സ്വദേശിയായ ഇയാളെ കരുനാഗപ്പള്ളി നഗരസഭാ കൗൺസിലർ ശ്രീവിദ്യ അറിയിച്ചതനുസരിച്ചാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ സ്ഥലത്തെത്തിയത്. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയും നൽകി. കരുനാഗപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവശ്യനിലയിൽ കണ്ട വയോധികനെയാണ് 16ാം ഡിവിഷൻ കൗൺസിലർ ശ്രീവിദ്യ അറിയിച്ചതിനെ തുടർന്ന് സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ആന്റണി മരിയന്റെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി ആവശ്യമായ ചികിത്സ നൽകിയത്. ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് കരുനാഗപ്പള്ളി സ്റ്റാൻഡിൽ ഏകദേശം 15 വർഷക്കാലമായി ഇദ്ദേഹം അവിടെ സ്റ്റാൻഡിൽ കടത്തണ്ണുകളിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേരുകൾ പല പേരുകളാണ് ഇദ്ദേഹം പറയുന്നത്. സുനിൽകുമാർ എന്ന പല പേരുകളാണ് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ചവറ സ്വദേശിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ചവറ ഇദ്ദേഹം പഴഞ്ഞിക്കാവ് വാർഡ് സ്വദേശിയാണെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ വാർഡിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അറിവും അവിടെ ഇല്ല. എന്നിരുന്നാൽ പോലും ഞങ്ങൾ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ശ്രീ പി സോമരാജൻ അവരുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയുടെ സബ് ഇൻസ്പെക്ടർ ശ്രീ അനിൽകുമാറിന്റെ നേതൃത്വത്തിലും ഞങ്ങൾ അന്ന് വെള്ളിയാഴ്ച ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ട സൂപ്രണ്ടിനെ അറിയിച്ചത് പ്രകാരം ഞങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും 4 ദിവസക്കാലമായി ഞങ്ങൾ തന്നെ വൈസ് ചാൻസലറായി നിന്നുകൊണ്ട് പരിചരിച്ചു വരുന്നതുമാണ്. ഇദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കിയ ശേഷം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചവറ സ്വദേശിയായ ഇയാൾ 15 വർഷത്തോളമായി കരുനാഗപ്പള്ളിയിലെ വിവിധ ഭാഗങ്ങളിലും കടത്തിണ്ണകളിലുമായി കഴിഞ്ഞു വരികയാണ്. കൂടുതൽ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മാറ്റി. ജനപ്രതിനിധികൾ, ജീവകാരുണ്യ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇയാൾക്ക് ആവശ്യമായ സഹായം നൽകിയത്. സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹ അഭയം പദ്ധതി വഴി തെരുവിൽ കഴിയുന്നവരും ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്ക് അഭയം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.